മേ ഐ കമിൻ സർ? യെസ് കമിൻ. മേഘ ഡോറിൽ നോക്ക് ചെയ്തുകൊണ്ട് ചോദിച്ചതും അകത്തുനിന്നും മറുപടി കിട്ടി. സർ, ഈ ഫയലിൽ അമൻ സാറിന്റെ സൈൻ വേണം. അകത്തേക്കായിരുന്നു മേഘ പറഞ്ഞു. ഹരി അവളെ നോക്കിക്കൊണ്ട് ഫയൽ വാങ്ങി. അമൻ ഇന്ന് ലീവാണ് മേഘ, ഞാൻ ഈവനിങ് പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാം. സാറിന്റെ ലീവ് എടുത്ത് എവിടെയെങ്കിലും പോയതാണോ? ഹരി പറഞ്ഞു കഴിഞ്ഞു മേഘ പെട്ടെന്ന് ചോദിച്ചു. ഓ, അപ്പം അതാണ് കാര്യം. അമ്മൻ വരാത്ത എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് ഫ്രൈഡേ സബ്മിറ്റ് ചെയ്യേണ്ട ഫയലും പൊക്കി പിടിച്ച് കൊണ്ടുവന്ന്. കൂട്ടുകാരി പറഞ്ഞിട്ടായിരിക്കും. ഇപ്പം ശരിയാക്കി തരാം. അവനതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളൊന്ന് ഇരുത്തി നോക്കി. എന്നിട്ട് അവൾ നോക്കി ചിരിച്ചു കാണിച്ചു. അതെടോ, അവനിന്ന് പെണ്ണ് കാണാൻ പോയതാ. പെണ്ണ് കാണാനോ? അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അല്ലായ്മയോട് ചോദിച്ചു. അതെ, എന്തേ? ഏയ് ഒന്നുമില്ല. അല്ല സർ, പെണ്ണ് എവിടുന്നാ? അവൻ്റെ പെണ്ണിനെ അവൻ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവളെ കാണാൻ പോയതാ. ഇന്ന് ഒഫീഷ്യലായിട്ട് പെണ്ണ് കാണുന്നതേ ഉള്ളൂ. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്, വീട്ടുകാർക്കും സമ്മതം. പിന്നെ എത്രയും പെട്ടെന്ന് കല്യാണം ഉണ്ടാവും. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളൊരു വിളറി ചിരിയോടെ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ചെല്ല്, പെട്ടെന്ന് നീ ഒന്ന് കൂട്ടുകാരി അറിയിക്കേ. അവൾ പോയ വഴിയെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു. വാഷ്റൂമിലെ ചുമരിൽ ആഞ്ഞടിച്ചുകൊണ്ട് പൂജ അലറിക്കരഞ്ഞു. ഹരി പറഞ്ഞതൊക്കെ എങ്ങനെ പൂജയോട് പറയുമെന്ന് ടെൻഷനോടെയാണ് മേഘ അവളുടെ അടുത്തേക്ക് വന്നത്. അവിടെ വെച്ച് പറഞ്ഞാൽ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടാണ് അവളെയും കൂട്ടി വാഷ്റൂമിലേക്ക് വന്ന്. പൂജ, നീ ഇങ്ങനെ വയലന്റ് ആവാതെ, ഇതുകൊണ്ട് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞ്. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല മേഘു, ഞാനിത് വിശ്വസിക്കില്ല. ആ ശ്രീഹരി അവൻ കള്ളം പറഞ്ഞായിരിക്കും. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും മേഘ എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ ചേർത്ത് പിടിച്ച് നിന്നു. തൻ്റെ കയ്യിൽ കിടന്നുറങ്ങുന്ന ദച്ചുവിൻ്റെ ഞരക്കം കേട്ടാണ് അവൻ എണീറ്റത്. അവളുടെ പകുതി ശരീരവും അവൻ്റെ ദേഹത്തായിരുന്നു. ഇടയ്ക്കിടക്ക് അവൾ ഞരങ്ങുന്നുണ്ടായിരുന്നു. അവൾക്ക് വീണ്ടും പനി കൂടിയതാണെന്ന് കരുതി അവൻ അവളുടെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ തൊട്ടു നോക്കി. പെട്ടെന്നാണ് അവൾ വയറിൽ അമർത്തി പിടിച്ച് കരഞ്ഞത്. ശിവ, ശിവ, എന്താ മോളെ? അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴാണ് ബെഡിലായി പടർന്നിരിക്കുന്ന ചുവപ്പ് വർണ്ണം അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ മുഖം കുനിച്ച് കളഞ്ഞു. അവനൊന്നും മിണ്ടാതെ അവളെ കൈകളിൽ കോരിയെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഫ്രഷായി വാ, അപ്പോഴേക്കും ഞാൻ ഡ്രസ്സ് എടുത്ത് വയ്ക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ അവിടെ നിർത്തി പുറത്തേക്ക് ഇറങ്ങി. വയറിലെ അസഹ്യമായ വേദനയും അവൻ്റെ മുന്നിൽ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കേണ്ടി വന്ന ജാളിതയും കൊണ്ട് അവൾ പെട്ടെന്ന് വാതിൽ ലോക്ക് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി അമ്മൻ ആദ്യം ബെഡ്ഷീറ്റ് മാറ്റി പുതിയതെടുത്ത് വിരിച്ചു. കഴുകാനുള്ള ബാസ്ക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് കബോർഡിൽ നിന്ന് അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ബെഡിലേക്ക് വെച്ചു. അല്പസമയം കഴിഞ്ഞതും കുളിച്ചിറങ്ങി വന്ന ദച്ചുവിനെ കണ്ട് അവൻ രൂക്ഷമായി നോക്കി. ഒരു ബാത്റൂമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. മുട്ടുവരെ മാത്രം ഇറക്കമുണ്ടായിരുന്ന അതും ധരിച്ച് അവന് മുന്നിൽ നിൽക്കാൻ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അവനതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് നിന്ന് അവളുടെ തലയിൽ ചുറ്റിയുന്ന ടവൽ അഴിച്ചെടുത്ത് മുടി തുവർത്താൻ തുടങ്ങി. നിന്നോട് ആരെ തല നനക്കാൻ പറഞ്ഞ്? തല തുവർത്തിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്ന കേട്ടതും അവൾ പേടിയോടെ വയറിൽ കൈയും വെച്ച് തലകുനിച്ച് നിന്നു. നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ ബെഡിലെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ വരാം. അവളുടെ പേടിയ അവസ്ഥയും കണ്ട് അവൻ അവളോടായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോയതും അവൾ തല ഉയർത്തി അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ബെഡിലിരുന്ന ഡ്രസ്സും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അവൻ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടത്. ഹരി കോളിംഗ്. ഹലോ. അവൻ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് പറഞ്ഞു. ഡാ ഗോപ്പേ, ഓഫീസിൽ നിന്റെ ആരാധികളോട് നിന്നെ കാണാതെ വെറലി പിടിച്ച് നടക്കുക. എന്ത്? ഓഹ്, ഈ പൊട്ടൻ. ഡാ, ആ പൂജ നിന്നെ കാണാതെ അന്വേഷിച്ച് നടക്കുന്നു. അവളെന്തിനാ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്? അത് ഞാൻ പറയണ മോനെ, അവനൊരാക്കി ചിരിയോടെ പറഞ്ഞു. ഡാ പുല്ലേ, നീ എന്നെ അത് മേടിക്കലേ. അവർക്ക് അവിടെ പണിയൊന്നുമില്ലേ ഇതും അന്വേഷിച്ച് നിന്റെ പുറകേറാൻ? അതിന് അവളല്ലല്ലോ വന്ന്, വിവരറിയാൻ കൂട്ടുകാരിയല്ലേ വിട്ടത്. അതും പറഞ്ഞുകൊണ്ട് അവൻ മേഘാവനെ അന്വേഷിച്ചു വന്ന കാര്യവും അവൻ അതിന് കൊടുത്ത മറുപടിക്ക് അവനോട് പറഞ്ഞു. നന്നായി, ഇനിയെങ്കിലും ആ ശല്യം തീരുമല്ലോ. അങ്ങനെ അങ്ങ് ആശ്വസിക്കണം മോനെ. നിന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്നറിയിട്ടും വിടാതെ നിന്റെ പിന്നാലെ വന്നവളാ. അവളെ സൂക്ഷിക്കണം. അവള് കാരണം എൻ്റെ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾ പുറം ലോകം കാണില്ല. അവൻ പല്ലിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, നീ വെച്ചോ, ഞാൻ കുറച്ച് ബിസിയാ. നിന്നെ ചൂടോടെ ഈ വാർത്ത അറിയിക്കാൻ നീട്ടി വിളിച്ചതാ. ആ ശരിയടാ. അതും പറഞ്ഞ് അവൻ ഫോൺ കെട്ടി താഴേക്ക് ഇറങ്ങി അവൻ കിച്ചണിലേക്ക് നടന്നു. എതിർഭാഗത്തു നിന്നും സ്നേഹ വരുന്ന കണ്ടു. സ്നേഹ? അവനെ കണ്ടതും ഒരല്പം പേടിയോടെ അവൾ മാറിയെന്നും അവനവൾ വിളിച്ചു. സർ. പെട്ടെന്ന് അവൻ്റെ വിളി കേട്ട് അവൾ പേടിയോടെ അവൻ്റെ മുന്നിലേക്ക് ചെന്നു. അത് ശിവക്ക് വയ്യ, ഐ മീൻ വയറുവേദന. ഇപ്പം എന്തൊക്കെയാ ചെയ്യേണ്ടത്? അവൻ ചോദിക്കുന്നിട്ട് അവളൊന്നും മനസ്സിലാവാതെ വായും പൊളിച്ച് നിന്നു. അതായത് ഈ ടൈമിൽ വയറുവേദന വരുമ്പോൾ സാധാരണ പെൺകുട്ടികൾ എന്താ ചെയ്യുക? അവനൊരല്പം ജാളിയതോട് പറഞ്ഞു. അവൾക്ക് കാര്യം മനസ്സിലായി. സാറ് വയ്ക്കോളൂ, ഞാൻ വേണ്ട എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അവൾ പറഞ്ഞു. അവൻ ഓക്കെ പറഞ്ഞ് റൂമിലേക്ക് പോയി.
ഈ മനുഷ്യനാണോ ഇന്നലെ ആ കുട്ടിയോട് അത്രയും ക്രൂരമായി പെരുമാറിയത് എന്നോർത്തുകൊണ്ട് അവന്റെ പോക്ക് നോക്കി ഒരു നിമിഷം അവൾ അവിടെ തന്നെ നിന്നു. ശേഷം പതിയെ ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. അമ്മൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ദച്ചു വയറിൽ അമർത്തിപ്പിടിച്ച് കട്ടിലിരിക്കുകയായിരുന്നു. എല്ലാ മാസവും ഈ ടൈമിൽ അവൾക്ക് വല്ലാത്ത വേദനയാണ്. ശിവ, നല്ല പെയിനുണ്ടോ മോളെ? അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് എന്നോട് ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നി. സാരമില്ല, കിടന്നോ, സ്നേഹപ്പ് വരും. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ കട്ടിലേക്ക് ചായച്ച് കിടത്തി. അവൾ കിടന്നു. അവൻ അവളുടെ ടോപ്പ് പൊക്കി നഗ്നമായ വയറിൽ കൈവച്ച് പതിയെ തടവാൻ തുടങ്ങി. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു. എന്നാൽ അവനതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ വേദന കുറയ്ക്കുകയായിരുന്നു. അവന്റെ കണ്ണിൽ ഒരിക്കലും കാമമായിരുന്നില്ല, തന്റെ പെണ്ണനുഭവിക്കുന്ന വേദന മാത്രമായിരുന്നു. അവന്റെ പ്രവൃത്തിയിൽ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു അവസ്ഥയായതുകൊണ്ടും എതിർത്താൽ അവൻ എങ്ങനെ പെരുമാറുമെന്ന് അറിയാത്തതുകൊണ്ടും അവൾ ഒന്നും മിണ്ടാതെ കിടന്നു. വാതിൽ നോക്കിയെന്ന ശബ്ദം കേട്ടതും അവൻ പോയി വാതിൽ തുറന്നു കൊടുത്തു. ഒരു കയ്യിൽ ഹോട്ട് ബാഗും മറുകയിൽ ഉരുവവെള്ളവുമായി സ്നേഹ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മേഡം, അവൾ ചോദിച്ചതും അവൻ കട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇത് കുടിക്കും മേഡം, പെയിൻ കുറയും. അവൾ പെട്ടെന്ന് തന്നെ ചെന്ന് ദച്ചുവിന്റെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അത് വാങ്ങിയൊരു സിപ്പ് എടുത്തപ്പോഴേക്കും അവൾ മുഖം ചൊളിച്ചു. എങ്കിലും അടുത്ത് അമ്മ നിൽക്കുന്നത് കൊണ്ട് അവൾ മിണ്ടാതെ അത് കുടിച്ചു തീർത്തു. കഷ്ടപ്പെട്ട് അവൾ കുടിക്കുന്ന കണ്ടതും അവന് ചിരി വരുന്നുണ്ടായിരുന്നു. അവനൊന്നും മിണ്ടാതെ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. സോറി സ്നേഹ, ഞാൻ കാരണം നില തനിക്കും കിട്ടിയല്ലേ. കുടിച്ച ഗ്ലാസ് വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് തന്റെ വയറിന് മുകളിലായി ഹോട്ട് ബാഗ് വെച്ച് അമർത്തുന്ന സ്നേഹയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദച്ചു പറഞ്ഞതും അവൾ ദച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അതൊന്നും സാരല്ല മേഡം, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. എന്നാലും ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല മേഡം. വായിലെ പല്ലൊരെണ്ണം പോയി. അവളുടെ മറുപടി കേട്ടതും ദച്ചുവിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അവൾ ചിരിക്കുന്നത്. ആ പുഞ്ചിരി കണ്ടുകൊണ്ടാണ് അമ്മൻ അകത്തേക്ക് കയറിയത്. അവനും മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. റൂമിൽ ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു പൂജ. അവൾ നോക്കിക്കൊണ്ട് തന്നെ മേഘ ബെഡിന്റെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് ഇറങ്ങിയതാണ് രണ്ടുപേരും. ഓഫീസിൽ നിന്നാൽ പ്രാന്ത് പിടിക്കാൻ തോന്നിയതുകൊണ്ടാണ് അവൾ ഫ്ലാറ്റിലേക്ക് വന്നത്. അവളെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ലെന്ന് തോന്നിയുകൊണ്ടാണ് മേഘയും കൂടെ വന്നത്. എന്നാൽ ഫ്ലാറ്റിൽ വന്ന് ഈ നേരം വരെ അവളൊരറ്റത്ത് ഇരുന്നിട്ടില്ല. കുറച്ചു നേരം ഇരിക്കുമെങ്കിൽ പിന്നെ കുറച്ചു നേരം എഴുന്നേറ്റ് നടക്കും. അത് കഴിഞ്ഞാൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കും. കുറേ നേരമായിട്ട് ഇതാണ് ചെയ്യുന്നത്. അവളുടെ ഓരോ ഭാവങ്ങളും നോക്കിയിരിക്കുകയായിരുന്നു മേഘ. ഡാ, ഇപ്പൊ അമ്മ വന്നിട്ടുണ്ടാവൂ, നീ ഒന്ന് വിളിച്ചു നോക്കാമോ? കുറച്ചു സമയത്തിന് ശേഷം മേഘയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പൂജ പറഞ്ഞതും മേഘ അവളെ സഹതാപത്തോടെ നോക്കി. പൂജ, നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുക. അവൻ ആ കുട്ടിയെ കാണാൻ പോയെന്ന് കേട്ടപ്പോൾ തന്നെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പൊ സാർ അവളെ വിവാഹം കഴിച്ചാലോ? ഒരിക്കലും ഇല്ല. അവൻ എന്റെയാ, എന്റെ മാത്രം. വിട്ടുകൊടുക്കില്ല, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദേഷ്യത്തോടെ അവൾ പറയുന്ന കേട്ടതും മേഘ അവളുടെ ഭാവമാറ്റത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു. നീ ഇങ്ങനെ കണ്ണടച്ചിരിട്ടാകരുത് പൂജ. സാറിന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നീ ഇങ്ങനെ സാറിന് വേണ്ടി വാശി പിടിക്കരുത്. അത് നിനക്ക് ദോഷേ ചെയ്യും. സാറിന്റെ സ്വഭാവം അറിയാലോ, വെറുതെ പ്രശ്നങ്ങൾ വരുത്തി വെക്കരുത്. ഈർഷ്യയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും ഒന്നും അംഗീകരിക്കാൻ തയ്യാറാവാതെ അവൾ പുറത്തേക്ക് നോക്കി നിന്നു. ബെഡിൽ കിടന്നുകൊണ്ട് ഫോണിൽ ഫോട്ടോസ് നോക്കിയായിരുന്നു മാളു. ദച്ചുവും ദേവും ആരവും കൂടിയുള്ള നിരവധി ഫോട്ടോസ് അതിലുണ്ടായിരുന്നു. അവൾ അതിൽ ഓരോന്നെടുത്ത് നോക്കാൻ തുടങ്ങി. അതിൽ ദച്ചുവിനെ കാണും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എവിടെയാ പെണ്ണേ നീ? നീ ജീവനോടെയുണ്ടോ? എവിടെയെങ്കിലും ജീവനോടുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതും പറഞ്ഞുകൊണ്ട് അവൾ ആ ഫോട്ടോ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച്. മാളു, പിന്നിൽ നിന്ന് ആരെങ്കിലും ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ഫോൺ വാങ്ങി ദച്ചുവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി. നമുക്കിത്രയും വിഷമമുണ്ടെങ്കിൽ നീ ദേവുവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പാവം, 5 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ആരോ പറഞ്ഞതും മാളു ഒന്ന് മൂളി. ആദ്യമായിട്ട് എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, അതാ അവൾക്കൊരാശ്വാസം. അവൻ പറഞ്ഞതിന് മറുപടിയായി ദേവു പറഞ്ഞു. അവൻ പിന്നെയും ഫോട്ടോസ് മാറ്റി മാറ്റി നോക്കി. അപ്പോഴാണ് സ്ട്രിക്ട്ലി മൈൻ എന്നെഴുതിയ ഫോൾഡർ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവനത് ഓപ്പൺ ചെയ്ത് നോക്കിയതും അതിലൊരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയായിരുന്നു. അത് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. നീ ഇതുവരെ പുള്ളിയോട് നിന്റെ ഇഷ്ടം പറഞ്ഞില്ലേടി? അവൻ ഫോണെടുത്ത് അവളുടെ നേരെ കാണിച്ചു ചോദിച്ചതും അവൾ ചുണ്ടുകൾ പിളർത്തി ഇല്ലെന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയില്ലായിരുന്നോ? അവൾ അവനോടായി പറഞ്ഞു. ഇനി എന്ന് പറയാൻ കാത്തിരിക്കുക, പെട്ടെന്ന് നീ എന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ വേറെ വല്ലവന്മാരും കൊത്തിക്കൊണ്ട് പോകും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നീ എന്നെ പേടിപ്പിക്കൽ ആരും. അങ്ങേട്ട് മുമ്പിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ മുട്ടിടിക്കും. പിന്നെ എങ്ങനെയാടാ ഞാൻ പറയുന്നേ? അവൻ പറഞ്ഞു കേട്ട് അവൾ ദയനീയമായി ചോദിച്ചതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചു. നീ വിഷമിക്കാതെടി, നമുക്ക് വഴിയുണ്ടാക്കാം. അവൻ അതും പറഞ്ഞ് അവിടെ നെറുകയൊന്ന് ചുംബിച്ചതും അവൾ ആ സഹോദര സ്നേഹത്തണിലേക്ക് ചേക്കേറി. മേഡം,
സ്നേഹയുടെ വിളി കേട്ടുകൊണ്ടാണ് ദച്ചു കണ്ണുകൾ തുറക്കുന്നത്. അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നതും കയ്യിലൊരു മഗ്ഗുമായി നിൽക്കുന്ന സ്നേഹയെ കണ്ട് പുഞ്ചിരിച്ചു. ഇപ്പം എങ്ങനെയുണ്ട് മാഡം? ആ, ഫീലിംഗ് ബെറ്റർ. അവൾ ചോദിച്ചു. ദച്ചു മറുപടി പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് ഫ്രഷ് ആയി വാ, ഈ കോഫി കുടിക്കാം. അവൾ പറഞ്ഞു കേട്ട് ദച്ചൊരു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. സാറിനാണോ മാഡം നോക്കുന്നേ? വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ദച്ചു ചുറ്റിനും ആരെയും നോക്കുന്നതുകൊണ്ടാണ് സ്നേഹ ചോദിച്ചത്. അത് ഞാൻ സാർ ഇവിടെ ഇല്ല, കുറച്ചു മുമ്പ് ആരെ വിളിച്ചിട്ട് പുറത്തേക്ക് പോയി. അവൾ നിന്ന് പരിങ്ങുന്നുണ്ടോ സ്നേഹ പറഞ്ഞു. അതിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കപ്പെടുത്ത് ചുണ്ടിലേക്ക് വെച്ചു. സ്നേഹ ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര നാളായി? കോഫി കുടിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. 1 മാസം. ഇത്രയും ദൂരം വന്ന് ജോലി ചെയ്യാൻ വീട്ടിലാർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രാരാബ്ദം. അതിനുമുമ്പിൽ എല്ലാവരും മുട്ടുമടക്കി. സ്നേഹയുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ പറയുന്ന കേട്ട് ദച്ചു അവളോട് ചോദിച്ചു. അമ്മയും അനിയത്തി. അച്ഛൻ 1 വർഷം മുമ്പ് പോയി. അച്ഛന് സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി. ചെറിയ വരുമാനമാണെങ്കിലും അല്ലലില്ലാതെ കഴിഞ്ഞു പോയിരുന്നു. അപ്പോഴാ പെട്ടെന്ന് അച്ഛനങ്ങ് പോയത്. അച്ഛൻ്റെ തണലിൽ ജീവിച്ച അമ്മക്ക് പകച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ബന്ധുക്കളുടെ സഹായത്തോടെയും മറ്റും എങ്ങനെയോ കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പോഴാ ഇവിടുത്തെ ജോലി ഓഫർ കണ്ടത്. അമ്മയോട് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തു. പണ്ട് തൊട്ടേ മുംബൈയെക്കുറിച്ചൊരു നല്ല അഭിപ്രായം അല്ലല്ലോ. പിന്നെ പട്ടിണിയും അനിയത്തിയുടെ പഠിപ്പൊക്കെ ആലോചിച്ചപ്പോൾ സമ്മതിച്ചു. അങ്ങനെ ഇങ്ങോട്ട് വണ്ടി കയറി. തൻ്റെ വിഷമങ്ങൾ ഒരു പുഞ്ചിരിയോടെ പറയുന്ന ആ പെണ്ണിനെ തന്നെ ദച്ചു നോക്കിയിരുന്നു. തൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ ചെറിയ പ്രായത്തിൽ തന്നെ കഷ്ടപ്പെടാൻ തയ്യാറായ പെണ്ണിനെ ഓർക്കെ അവൾക്ക് അഭിമാനം തോന്നി. അവൾക്ക് ആ സമയം തൻ്റെ കുടുംബത്തെ ഓർമ്മ വന്നു. അച്ഛനും അമ്മയും ആമയും താനുമുള്ള ലോകം എന്നും സന്തോഷമായിരുന്നു. തനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയപ്പോൾ മാത്രമാണ് അവരിൽ നിന്ന് അകന്നു നിന്നത്. ഓരോ വെക്കേഷനും കാത്തിരുന്നിട്ടുണ്ട് അവരുടെ അരികിലേക്ക് ഓടാൻ. താൻ പോയപ്പോൾ ആമിക്കായിരുന്നു ഏറ്റവും വിഷമം. അവൾക്ക് താൻ ചേച്ചി മാത്രമായിരുന്നില്ല, അവളുടെ കൂട്ടുകാരി കൂടി ആയിരുന്നു. എന്നും തുറന്നു പറയുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അവർക്കിപ്പോൾ തന്നെ ഓർക്കുന്നുണ്ടാവുമോ? അതോ താൻ മരിച്ചുപോയി എന്ന് അവരും വിശ്വസിച്ചോ? അതോർത്തതും അവളുടെ കണ്ണുകൾ ഈറനായി. മാഡം വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചു അല്ലേ? അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് സ്നേഹ ചോദിച്ചതും അതിനവളൊരു വാടിയ പുഞ്ചിരി നൽകി. തൻ്റെ മുമ്പിലിരിക്കുന്ന സൂട്ട് കേസിലെ നോട്ട് കെട്ടിലും നോക്കിയ ശേഷം മുന്നിലിരിക്കുന്നവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് സോഫയിലിരിക്കുകയായിരുന്നു അമൻ. അമനും ഹരിയും കൂടി അവരുടെ ഗസ്റ്റ് ഹൗസിൽ എന്തോ ബിസിനസിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ മുഖ്യ എതിരാളി ജെയിംസ് അവനെ കാണാനായി അവിടേക്ക് വന്നത്. എന്തിനാ അമൻ ഇത്രയും വാശി? ആ പ്രൊജക്റ്റ് ഞാൻ അത്രക്കും ആഗ്രഹിച്ചതാണ്. അതെനിക്ക് തന്നേക്കൂ. പകരം നീ ചോദിക്കുന്നത് ഞാൻ തരും. മുന്നിലിരുന്നവൻ പറയുന്ന കേട്ടതും അമന്റെ ചുണ്ടിൽ പൂച്ചച്ചിരി വിരിഞ്ഞു. അമന് വിലയിടാൻ ഈ നോട്ട് കെട്ടുകളൊന്നും പോരാതെ വരും ജെയിംസ്. കാൽമേൽ കയറ്റി വെച്ച് ചുണ്ടിന്റെ കോളിൽ പൂച്ചച്ചിരിയോടെ ജെയിംസിനെ നോക്കി പറഞ്ഞു. അയാൾ അവനെ തുറച്ചു നോക്കി. പിന്നെ നീ പറഞ്ഞ പോലെ നീ ആഗ്രഹിച്ച പ്രൊജക്റ്റ്, എൻ്റെ 2 മാസത്തെ അധ്വാനത്തിൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത പ്രൊജക്റ്റ്, അത് എൻ്റെ ഓഫീസിൽ ഒരുത്തന്നെ വില കൊടുത്ത് നീ ചോർത്തി. അപ്പം അതെങ്ങനെ നിൻ്റേതാവും? മറ്റുള്ളവരുടെ ഇത് മോഹിക്കുന്നതിനെ തെറ്റല്ലേ ജെയിംസ്? ഒരു പരിഹാസത്തോടെ പറയുന്നത് നോക്കി അവൻ ദേഷ്യത്തോടെ പല്ലുകടിച്ചു. നീ എന്നെ തെറ്റും ശരിയൊന്നും പഠിപ്പിക്കണ്ട അമൻ. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കുകയും ചെയ്യും. അതാരെ കൊന്നിട്ടാലും ശരി. നാവടക്കടാ ചേറ്റെ. നിന്റെ വിരട്ടൊന്നും ഈ അമൻ്റെ അടുത്ത് വേണ്ട. നിന്റെ തന്ത ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെയാ ഇത്തിരി പോന്ന നീ. അവൻ പറയുന്ന കേട്ടതും അമൻ അരൽച്ചയോട് ചാടി എഴുന്നേറ്റ് അവന്റെ കോളറിന് പിടിച്ചുകൊണ്ട് അലറി. അത് തടയാറുന്ന വണ്ണം ജെയിംസ് അവന്റെ ഷർട്ടിലേക്ക് പിടിച്ചു. രണ്ടുപേരും പോരുകോഴികളെ പോലെ നിൽക്കുന്നുണ്ടത് ഹരിയും ജെയിംസിന്റെ പിയും കൂടെ ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റി. നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അമൻ. ഈ ദിവസത്തോർത്ത് നീ ഒരുപാട് കറിയും. ചിലക്കാതെ പോടാ. അവനെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയതും അവന്റെ വാക്കുകൾക്ക് പരിഹാസത്തിൽ തീർത്ത മറുപടി കൊടുത്തുകൊണ്ട് അവൻ സോഫയിലേക്ക് ഇരുന്നു. എന്നിട്ടും ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൻ ആ വില്ലയിലെ ഹാളിനോട് ചേർന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന മിനി ബാറിലേക്ക് കയറി. കയ്യിൽ കിട്ടിയ ബക്കാടിനം വായിലേക്ക് അമഴ്ത്തിക്കൊണ്ട് അവൻ അവിടെയുള്ള ബീൻ ബാഗിലേക്ക് ഇരുന്നു. അരി വന്ന് നോക്കിയപ്പോൾ കുപ്പിയുടെ പകുതിയും അവൻ കാലിയാക്കിയിരുന്നു. എന്തൊരു അടിയാടാ കോപ്പ ഇത്! നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ നിർത്തണമെന്ന്. ആ കൊച്ചിന് കള്ളുടിക്കുന്നവരുടെ കണ്ണിനേരെ പിടിക്കില്ല. അപ്പോഴാ അവനിവിടെ 4 കാലം നടക്കുന്നത്. അകത്തേക്ക് കയറി വന്ന ഹരി ദേഷ്യത്തോടെ പറഞ്ഞു. അമൻ ഇങ്ങനെയാ. എൻ്റെ എല്ലാ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അവൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. ഹരിയുടെ വാക്കുകൾ കേട്ടതും അവൻ ഹരിയെ നോക്കിക്കൊണ്ട് കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെ ചെല്ലങ്ങോട്ട്, ഇപ്പൊ ഇഷ്ടപ്പെടും. ഒന്നാമത് അതിനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇപ്പൊ നിന്നെ കാണുന്നതിനെ പേടിയാ. അതിൻ്റെ കൂടെ ഇതുപോലെ ദുശ്ശീലം കൂടെ ഉണ്ടെന്നറിഞ്ഞാലോ അത് ഇനി നിന്നെ തിരിഞ്ഞു നോക്കില്ല. അവളും നോക്കും, അവളുടെ അച്ഛനും നോക്കും. ഈ അമനിൽ നിന്ന് ഇനി അവൾക്കൊരു മോചനം ഉണ്ടാവില്ല. നാക്ക് കുഴയുന്നുണ്ടെങ്കിലും ഹരിയുടെ വാക്കുകൾക്ക് അവൻ വാശിയോടെ മറുപടി പറഞ്ഞു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആ കൊച്ചിന്റെ വിധി, അല്ലാണ്ടെന്താ? അതും പറഞ്ഞുകൊണ്ട് അവൻ അമന്റെ അടുത്തായിരുന്നു. അവൻ പതിയെ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. നീ ഇതെങ്ങോട്ടാ? ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ പോവാ.
ഹരിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ഡാ പുല്ലേ, ഈ കോലത്തിലാണോ നീ അവിടെ അടുത്ത് പോകുന്നത്? അത് ഈ കോളത്തിന് എന്താ കുഴപ്പം? നല്ലതല്ലേ? ഹരിയുടെ ചോദ്യത്തിന് അവനൊന്ന് തന്നെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ അടിപൊളിയല്ലേ? ഒരു പെണ്ണിൻ്റെ അടുത്ത് പോകാൻ പറ്റിയ കോലം, 4 കാല്. ഇങ്ങോട്ട് വാടാ പുല്ലേ, ഇന്ന് നീ ഇവിടെ കിടന്നാൽ മതി. വീട്ടുകാരി, ഞാനെൻ്റെ പെണ്ണിനെ കാണാൻ പോകണ്ടടാ. അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നതിനെ നോക്കി കുതിരിക്കൊണ്ട് പറഞ്ഞു. റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിലേക്ക് തള്ളിയിട്ടതും അവൻ ചെരിഞ്ഞിടുന്നുകൊണ്ട് റൂം പൂട്ടി താക്കോൽ പോക്കറ്റിടുന്നവനെ കൂർപ്പിച്ച് നോക്കി. നീ ഇങ്ങനെ എന്നെ നോക്കി ദയിപ്പിച്ചിരുന്നൊരു കാര്യമില്ല. ഇനി നാളെ നേരം വിളിക്കാതെ ഈ ഡോർ ഉറക്കില്ല. മര്യാദക്ക് കിടന്നുറങ്ങാൻ നോക്കടാ. അവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഹരി അവൻ്റെ അടുത്തേക്ക് വന്ന് കിടന്നു. ഇനി നേരം വിളിക്കാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവനും തിരിഞ്ഞിടന്ന് ഉറങ്ങി. തുടരും.